ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ട്രാവൽസ് ബൈ സീസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെനീസിലേക്കുള്ളൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇറ്റലി എത്തിയതിന് ശേഷം ഭയങ്കരമായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു വെനീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ 1 മന്ത് മുമ്പ് തന്നെ നമ്മൾ പ്ലാനും എല്ലാ ബുക്കിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൻട്രൽ എഫ്എസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ ത്രൂ ആണ് നമ്മൾ വെനീസിലോട്ട് പോകുന്നത്. നമ്മൾ ട്രെയിനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വെനീസിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂസ് കിട്ടി കേട്ടോ. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. ഇവിടുത്തെ മെട്രോ, ട്രെയിൻ, അതുപോലെ തന്നെ ബസ് എല്ലാം നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് എപ്പോൾ പോകണം, എപ്പോൾ തിരിച്ചു വരാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ പ്ലാനിങ്ങും നമുക്കിവിടെ ഭയങ്കരമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കൂടുതലും കണ്ടത് ഈ സൂര്യകാന്തി, ചോളം, അങ്ങനെ കൃഷികൾ ചെയ്യുന്ന കുറേ പാടങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു മിലിറ്ററി ക്യാമ്പ് കണ്ടു. അപ്പോൾ അതും കൂടെ ഒരു കൗതുകം തോന്നിയപ്പോൾ അതും കൂടെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഗുഡ്സ് ട്രെയിനാണ്. അതും ശരിക്കും കാണാനായിട്ട് ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലെ ഗുഡ്സ് ട്രെയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ രസമുണ്ട് ഇവിടെ തന്നെ കാണാനായിട്ട്. അങ്ങനെ മലകളും പാടങ്ങളൊക്കെ കടന്ന് നമ്മൾ വെനീസിലോട്ട് എത്താനായിട്ട് പോവാണ്. ഇവിടുത്തെ മലകൾക്ക് ഒക്കെ ഏകദേശം ഒരു വൈറ്റ് കളറാണ്. ചുണ്ണാമ്പ് കളർന്ന മണ്ണായതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മലകൾക്കൊക്കെ മിക്കതും ഈ ഒരു വെള്ള നിറത്തിൽ കാണപ്പെടുന്നത്. അങ്ങനെ നമ്മൾ വെനീസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെനീസിലെ സാന്റാ ലൂസിയ എന്ന സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സീ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഈ ഒരു സീ വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും, സ്പീഡ് ബോട്ട്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറേ സ്പീഡ് ബോട്ടുകൾ ചേരിപ്പതിന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാന്റാ ലൂസിയ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് പോകാം. നമ്മൾ ഇവിടെ നിന്ന് വാട്ടർ മെട്രോ എടുത്തിട്ട് റിയാൽറ്റോ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് സെൻറ്റ് മാർക്ക് ബസ്സിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓൺ സീസൺ ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. പുറത്തും ചുറ്റും ഭയങ്കരമായിട്ട് തിരക്കുള്ളതായിരുന്നു. നമുക്ക് വാട്ടർ മെട്രോ എടുത്തിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും വെനീസ് ഫുൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി വേഗം വാട്ടർ മെട്രോയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നു വാട്ടർ മെട്രോയുടെ അകത്തുനിന്ന് കയറാനായിട്ട്. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഭയങ്കര ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്കാകെ ക്ഷീണമായിപ്പോയി. പിന്നെ ഉച്ച സമയം കൂടെ ആയിരുന്നു. പക്ഷെ എന്നാലും ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണുമ്പോഴത്തേനും അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല ചൂടായിരുന്നു. വെനീസ് കുറേ പേരുകൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും മെയിനായിട്ട് സിറ്റി ഓഫ് കനാൽസ് എന്നാണ് പ്രശസ്തമായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓട്ടോമൊബൈൽസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. മെയിനായിട്ട് നമുക്ക് ഈ വാട്ടർ മെട്രോയും അതേപോലെ ഈ ഗോണ്ടോള സർവീസുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ഗോണ്ടോള എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഈ വഞ്ചിയും ചങ്ങാടമൊക്കെ ഇല്ലേ, അങ്ങനത്തെ സർവീസുകളും പിന്നെ നമ്മുടെ ഈ വാട്ടർ മെട്രോയും. ഇവിടെ ഫുൾ ബിൽഡിങ്സും അതിൻ്റെ ഇടയിൽ മൊത്തം കനാലുകളാണ്. ഇവിടെ വെള്ളത്തിൽ ബിൽഡിങ്സ് ഉണ്ടാക്കിയ പോലെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ കാണുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ആ ഒരു ബിൽഡിങ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ത്രൂ ബ്രിഡ്ജസ് ആണ്. കാണാനായിട്ട് ശരിക്കും ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വാട്ടർ മെട്രോയ്ക്കകത്ത് കയറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഈ ഗോണ്ടോളേഴ്സും കുറേ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ മ്യൂസിയവും അതുപോലെ തന്നെ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കണ്ടു കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോയിൽ അതും കൂടെ ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് വെനീസ് എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഈ വെള്ളത്തിൻ്റെ നടുക്ക് കുറേ ബിൽഡിങ്സ് അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ത്രൂ ബ്രിഡ്ജസ്. വേറെ വണ്ടികളൊന്നുമില്ല. ഈ ചെറു തോണികളും ഈ വഞ്ചികളും ഈ ചെറിയ കുഞ്ഞു ഷിപ്പുകളൊക്കെ ഷിപ്പല്ല ത്രൂ നമ്മുടെ വാട്ടർ മെട്രോയുടെ ചെറിയ ഈ ഒരു ബോട്ട് ആ ത്രൂ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതെല്ലാം കാണാനായിട്ട് ഭയങ്കര രസമായിട്ടുള്ള സിറ്റിയാണ്.
അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ റിയാൽട്ടോ എന്നുള്ള സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ ഫേമസ് ആയിട്ടുള്ള റിയാൽട്ടോ ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിത് റിയാൽട്ടോ ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ റിയാൽട്ടോ ബ്രിഡ്ജ് കടന്ന് തൊട്ടപ്പുറത്താണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളായിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഫുൾ ബ്രിഡ്ജസിലും എല്ലായിടത്തും ആളുകളും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള തിരക്കുകളാണ്. പിന്നെ ഈ രണ്ട് റിവർ സൈഡിൻ്റെ അല്ലെങ്കിൽ കനാലിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കുറേ റെസ്റ്റോറൻറ്റ്സ് കാണാനായിട്ട് പറ്റും. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് മിക്കതും. അങ്ങനെ നമ്മളിത് റിയാൽട്ടോയിൽ ഇറങ്ങി നമ്മൾ നേരെ സെയിൻറ്റ് മാർക്ക് ബസിലിക്കയിലേക്ക് പോവുകയാണ്. റിയാൽട്ടോ ബ്രിഡ്ജിൻ്റെ ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമുക്കിനി പള്ളിയിലോട്ട് പോവാം. പള്ളിയിലോട്ട് പോകുന്ന വഴികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വീതി കുറഞ്ഞ വഴികളാണ്. പള്ളിയിലോട്ട് മാത്രമുള്ളതല്ല, ഇവിടെയുള്ള എല്ലാ വഴികളും ഭയങ്കര വീതി കുറഞ്ഞ ഇടുങ്ങിയ വഴികളാണ്. ഇതിലൂടെ വണ്ടികൾക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്കിവിടെ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഈ ആർട്ടിസ്റ്റിക് ഐറ്റംസും അതുപോലെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേ ബ്രിഡ്ജസ് കടന്നാണ് നമ്മൾ പള്ളിയിലവിടേക്ക് എത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ മുറാനോ ഗ്ലാസ് എന്ന് പറയുന്നത്. മുറാനോ ഗ്ലാസ് ഐറ്റംസിൻ്റെ കുഞ്ഞു ക്രോക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഷോപ്പ് പീസുകളും നമുക്കിവിടെ ഫുൾ കാണാനായിട്ട് പറ്റും കേട്ടോ. അത് വിൽക്കുന്ന കുറേ ഷോപ്സ് ഈ പോകുന്ന വഴിക്കുണ്ട്. കാണാനായിട്ട് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അതെല്ലാം. അതിനുശേഷം നമ്മളിതേ ഇപ്പോൾ നടന്ന് നമ്മളിതേ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് എത്താനായിട്ട് പോവാണ്. അങ്ങനെ ഒരു ഏകദേശം 3:30 ആയപ്പോഴത്തേനും നമ്മൾ ഈ സെൻറ്റ് മാർക്ക് ബസിലിക്കയുടെ ഫ്രണ്ടിലോട്ട് എത്തി. ഇവിടെ ഫേമസ് ആയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ഓരോ മണിക്കൂറിലും ഇവിടെ ഒരു മണി അടിക്കും. നമ്മൾ കാണിച്ചു തരാം അത് ശരിക്കും എങ്ങനെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മ്യൂസിയത്തിൻ്റെ ഏരിയയാണ് കേട്ടോ. നമ്മൾ ഈ ഓപ്പോസിറ്റ് കാണുന്നത് പള്ളിയോട് ചേർന്നിട്ടുള്ള മ്യൂസിയം ആണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പള്ളിമണി ഇപ്പോൾ അടിക്കും കേട്ടോ. അത് നമ്മളിപ്പോൾ കേൾക്കാം. നമ്മുടെ പള്ളിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മ്യൂസിക് ബാൻഡ് വിത്ത് റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു വെനീഷ്യൻ മ്യൂസിക്കും അത് എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ പള്ളിയോട് തന്നെ തൊട്ട് ചേർന്ന് ഒരു ഡോച്ച് പാലസ് ഉണ്ട്. നമ്മൾ ഡോച്ച് പാലസിൻ്റെ സൈഡിലുള്ള സീ വ്യൂ ആണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഡോച്ച് പാലസിൻ്റെ ഫ്രണ്ട് പോർഷൻ. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് ടൈമൊക്കെ നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു കഴിഞ്ഞ് ട്രെയിൻ കയറാനായിട്ട് പോവാണ്. ഓൺ ദ വേ കഴിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ക്രോസോണും അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങി നമ്മളിനി വീണ്ടും ബാക്ക് ടു ട്രെയിൻ. അങ്ങനെ വെനീസിൻ്റെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു നെക്സ്റ്റ് ടൈം.